നമസ്കാരം. ലോകം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സുപ്രധാന ഔദ്യോഗിക സന്ദർശനം ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സഹധർമ്മിണിയും ചേർന്നാണ് സ്വീകരിച്ചത്. വിമാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന നരേന്ദ്രമോദിയെ നെതന്യാഹു ഗാഢാലിംഗനം ചെയ്താണ് സ്വീകരിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നെതന്യാഹു നരേന്ദ്രമോദിയുടെ ഈ വരവിനെക്കുറിച്ച് എക്സ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ നരേന്ദ്രമോദി എന്ന എൻ്റെ ആത്മസുഹൃത്തിനെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ 2 ദിവസ സന്ദർശനത്തിനിടെ അദ്ദേഹം ഇസ്രായേൽ പാർലമെൻറ്റിനെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇസ്രായേലിലെ പാർലമെൻറ്റായ നെസറ്റ് ത്രിവർണ്ണങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നിറത്തിൽ അവിടെ വൈദ്യുത അലങ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇസ്രായേൽ പാർലമെൻറ്റിന് ഇന്ത്യൻ പതാകയുടെ നിറപ്പകിട്ടാണ് ഉള്ളത്. ഏതായാലും നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനത്തെ ഒരു മഹാസംഭവമാക്കി മാറ്റിയിരിക്കുകയാണ് ഇസ്രായേൽ സർക്കാർ. ഇസ്രായേലിലെ പ്രസിഡൻറ്റും അവിടുത്തെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ തന്നെ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനായി എത്തുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുമെന്നും അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന് അനുകൂലമായി മാറും എന്നും അവിടുത്തെ ചില പ്രതിപക്ഷ കക്ഷികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ പോലും അവരും നരേന്ദ്രമോദിയെ കാണാനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്താണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അഭ്യൂഹങ്ങൾ മാത്രമാണ് ഉള്ളത്. ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. 2017 നരേന്ദ്രമോദി ആദ്യമായി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ചത് മുതൽ ഇസ്രായേലിനെ അംഗീകരിക്കാതിരുന്ന രാജ്യമായ ഇന്ത്യ പിന്നീട് 1992 ഇസ്രായേലിനെ അവരുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതും പിന്നീട് മികച്ച ബന്ധത്തിലേക്ക് മാറിയതും ഏറ്റവും ഒടുവിലായി നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് അത് അതിവിപുലമായി വളരുകയും ചെയ്തിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ ആ മേഖലയിലാകെ യുദ്ധാന്തരീക്ഷമാണ് നിലവിലുള്ളത്. ഇറാൻ ഒരുപക്ഷെ ഇസ്രായേലിനെ ആക്രമിക്കാം, അല്ലെങ്കിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാം. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ ഇപ്പോഴുള്ളത് ഇസ്രായേലിലാണ്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രത്തലവനും യുദ്ധ സമാനമായ അന്തരീക്ഷമുള്ള രാജ്യത്തേക്ക് സന്ദർശനം നടത്താറില്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ വളരെ ധീരനായ ഒരു രാഷ്ട്രതന്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് അവിടേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ ലോക നേതാക്കന്മാരെല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടെയാണ് അദ്ദേഹത്തെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. നേരത്തെ അദ്ദേഹം റഷ്യയും യുക്രൈനും സന്ദർശിച്ചിരുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും തുടരുന്നതിനിടയിലാണ് ഈ 2 രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തിയത്. എന്നാൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും എല്ലാം ഇറാനെ നേടാൻ തയ്യാറായിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഒരുപക്ഷെ ഈ ഒരു സംഘർഷത്തിന് അയവ് വരുത്താൻ സാഹചര്യമൊരുക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും ആണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയാകട്ടെ ഇതിനെക്കുറിച്ചൊന്നും തന്നെ ഇനിയും കൃത്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്ന വേള അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകവും. നരേന്ദ്രമോദിയുടെ സന്ദർശനം പോലെ തന്നെ ശ്രദ്ധേയമായി മാറുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന അമേരിക്കയുടെ സൈനിക സാന്നിധ്യം. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി 12ഓളം F-22 ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളാണ് അമേരിക്ക ഇസ്രായേലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ അതീവ മാരകമായ പ്രഹരശേഷിയുള്ള വിമാനങ്ങളാണ്. നേരത്തെ തന്നെ നൂറുകണക്കിന് ട്രാൻസ്പോർട്ട് വിമാനങ്ങളും മറ്റ് സൈനിക വിമാനങ്ങളും എല്ലാം തന്നെ അമേരിക്ക ഇസ്രായേലിൽ എത്തിച്ചിരുന്നു. ഇസ്രായേലിലെ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലുമൊക്കെയാണ് അവരുടെ സൈനിക സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ USS ജെറാൾഡ് ഫോർഡ് നങ്കൂരമിടാൻ പോകുന്നത് ഇസ്രായേലിലെ തുറമുഖത്താണ്. അതുപോലെ ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലാണ് അമേരിക്കയുടെ ചില വിമാനങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച 12ഓളം വരുന്ന F-22 വിമാനങ്ങൾ ഇംഗ്ലണ്ടിലെ അമേരിക്കയുടെ ഒരു സൈനിക കേന്ദ്രത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇവയെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്നായിരിക്കാം അമേരിക്ക ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നു, അതിനു വേണ്ടിയുള്ള നേതൃത്വം വഹിക്കുന്നതൊക്കെ തന്നെ ഇസ്രായേൽ ആവാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇത്രയും ഒരു കടുത്ത ഒരു സന്ദർഭത്തിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തി ഇസ്രായേൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളത് പല രാഷ്ട്രത്തലവന്മാരെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെയും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. പലരും കരുതുന്നത് അദ്ദേഹം ഒരുപക്ഷെ ഒരു സമാധാന ദൗത്യമായിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത് എന്നാണ്. എന്തായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ
സമാഗമമാണ് അവിടെ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും പിന്നെ സന്ദർശനം മാറ്റിവെക്കുകയായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജോചിതമായ വരവേൽപ്പ് തന്നെയാണ് ഇസ്രായേൽ ലഭിച്ചിരിക്കുന്നത്. രണ്ട് മഹാശക്തികൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ തന്നെ ഊഷ്മളത ഈ സന്ദർശനത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമന്ത്രിയെ നേരിട്ട് വിമാനത്താവളത്തിൽ പത്നിസമേതനായി എത്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചത് എന്നുള്ളത് തന്നെ ഇന്ത്യ എന്ന രാജ്യത്തിനും അവിടുത്തെ ഭരണാധികാരിയായ നരേന്ദ്രമോദിക്കും എത്രമാത്രം പ്രാധാന്യമാണ് ഇസ്രായേൽ നൽകുന്നത് എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമായി മാറുകയാണ്. അമേരിക്കയുടെ പോർ വിമാനങ്ങൾ ഇസ്രായേലിന് മേൽ പറന്ന് നടക്കുമ്പോഴും നരേന്ദ്രമോദി ധീരമായി തന്നെ അവിടെ എത്തുകയും ഈ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നേട്ടമായി നമുക്ക് കണക്കാക്കാം.